നിങ്ങൾക്ക് പുറത്ത് വരാൻ പറ്റും. 100% ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. അത് പറയാൻ പറ്റില്ല, അത്രയും ആ ഒരു സിറ്റുവേഷൻസിലൂടെയാണ് നമ്മൾ കടന്നുപോയി. വാക്ക് എൻ്റെ വായിൽ എങ്ങനെ വന്നു, ഞാൻ എങ്ങനെ പറയുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുമെന്നറിയില്ല. മിറാക്കിളാണ് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഓക്കേ, ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും മാറ്റാൻ പറ്റില്ലെന്ന് ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഇനി ഇങ്ങനെയൊക്കെ ആണ്, ഞാൻ ലാസ്റ്റിൽ ഇങ്ങനെയാണ്, അപ്പൊ നമ്മൾ അങ്ങനെ ആവും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് നമ്മുടെ ഏത് രോഗം വരെ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും വിശ്വസിക്കാം. കാരണം ഇതെൻ്റെ ട്രൂ സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ എൻ്റെ മോളുടെ ഒരു പ്രശ്നത്തിന് എങ്ങനെ ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നു, എങ്ങനെ അവൾ ക്യൂറായെന്ന് ഫസ്റ്റ് പറയാം. എന്നിട്ട് എൻ്റെ ഒരു അനുഭവം പറയാം. അപ്പോൾ നമുക്ക് ഏത് രോഗമായാലും ഈ എന്ത് പ്രശ്നത്തിലൂടെ നിങ്ങൾ ഈ സമയം കടന്നു പോയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ പറ്റും. 100% ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. ഫസ്റ്റ് എൻ്റെ മോളുടെ കാര്യം പറയാം. എൻ്റെ മോള് ഒരു 8 വയസ്സായിട്ടുണ്ടാവാം. അതുവരെ അവൾക്ക് ഒരു പ്രോബ്ലവും ഇല്ലായിരുന്നു. ഈ ഒരു 8 വയസ്സായപ്പോൾ അടുത്ത ആ ഒരു ലോക്ക്ഡൗൺ സമയം ഉണ്ടായല്ലോ, ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയം, നമുക്ക് പുറത്തു പോകാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ആ സമയത്തായിരുന്നു അവൾക്ക് പെട്ടെന്നൊരു സ്കിൻ ഇഷ്യൂ ആണ്, സ്കിൻ ഡിസീസാണ് വന്നത്. അപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ സ്കിൻ ഡിസീസ് ഒന്ന് നിസ്സാരം പോലെ തോന്നും, എന്നാൽ വളരെ ഹൊറിബിളായിരുന്നു ആ സമയം. ആ ലോക്ക്ഡൗൺ തീരുന്നതുവരെ ഞങ്ങൾ അത്രയും സഫർ ചെയ്തു. ഏകദേശം ഒരു 4 വർഷം അതിൻ്റെ പുറകെ നമ്മൾ നടന്നു. നിങ്ങൾ ചില കുട്ടികളെയൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ. ഈ സ്കിന്നൊക്കെ കറുത്ത് വെടിച്ച് ഇങ്ങനെ പീലായി പോയി, അങ്ങനെ ഒരു ഭയാനകമായ അവസ്ഥയായിരുന്നു. അതൊരു പാരൻ്റ് എന്ന നിലയിൽ നമ്മളത് കാണുമ്പോൾ ഇറ്റ്സ് ഹൊറിബിൾ, സഹിക്കാൻ പറ്റില്ല. സോ ആ സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നുപോയി. പക്ഷേ അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനോ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റിനോ കാണാൻ കൂടെ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം പറഞ്ഞല്ലോ ലോക്ക്ഡൗൺ. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുട്ടിക്ക് കയ്യിൽ ഈ 2 ഉള്ളം കയ്യിലുമാണ് ഫസ്റ്റ് ഇങ്ങനെ ഈ നീർക്കുമിളകൾ, നമ്മളെ തീ കൊണ്ട് നമ്മൾ പൊള്ളില്ലേ, ആ കുമിളകൾ വരാൻ തുടങ്ങി. ഫസ്റ്റ് എന്താണ് കാരണം എന്തെന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കാൻ ഏകദേശം 2 വർഷമായി. ആ ഒരു അടുത്തുള്ള കുട്ടിക്ക് ആൾറെഡി നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന ആയുർവേദ അവിടെയാണ് കൊണ്ട് കാണിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് കരപ്പനാണ് എന്ന് പറഞ്ഞു. അതിനുള്ള മരുന്നൊക്കെ തന്ന് ഞങ്ങളങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ആ മരുന്നൊക്കെ ഇട്ടപ്പോൾ അതിലുള്ള ആ പുണ്ണൊക്കെ ആ വ്രണമൊക്കെ ഒന്ന് കരിഞ്ഞ് വരാൻ തുടങ്ങി. പക്ഷേ എങ്കിലും അത് വീണ്ടും 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 ഇങ്ങനെ വരാൻ തുടങ്ങി. എന്നിട്ട് അത് സിവിയർ ആവാൻ തുടങ്ങി. സിവിയർ ആയിട്ടാണ് ഈ സ്കിന്നെല്ലാം ഇങ്ങനെ കറുത്ത് വെടിച്ച് ഇങ്ങനെ പീലാവും. അത് ഈ നമ്മൾ ഈ കുളമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഈ വെള്ളമില്ലാത്ത കുളമെല്ലാം വറ്റിയിട്ട് അവിടെ വെടിച്ചങ്ങനെ കിടക്കില്ല, ആ ഒരു സിറ്റുവേഷൻ ഈ സ്കിന്നിൽ വരും. കാണുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഫസ്റ്റ് മുഖമെല്ലാം നീരടിക്കും. അപ്പോഴേ നമുക്ക് ഒരു അത്രയും വേദനാജനകമാണ് കാണും. അങ്ങനെ ഒരു 2 ദിവസം ഇരിക്കും അവസ്ഥ. എന്നിട്ട് ആ മൊത്തം സ്കിന്നും പീലായി പോവും. അപ്പം നല്ല ബ്രൈറ്റ് ആവും, കാരണം ഉള്ളിലുള്ള സ്കിൻ പുറത്ത് വന്നു. അങ്ങനെ ഒരു 2 ദിവസം ആയിരിക്കും വീണ്ടും ആ സ്കിന്ന് ഇങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥ ഉണ്ടല്ലോ, അത് പറയാൻ പറ്റില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുള്ള ഇഞ്ചക്ഷനൊക്കെ വെച്ചു. എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവരപ്പോഴത്തേക്കുള്ള ആ റിലീഫിന് വേണ്ടി ഇഞ്ചക്ഷൻ വയ്ക്കുന്നു, ടാബ്ലറ്റ് തരുന്നു. ഇതിലൊക്കെ അല്ലേ കൂടുതലും വരുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. കുട്ടിക്ക് ഫുഡ് വാരി കൊടുക്കണം, ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം, കുളിപ്പിക്കണം, ടോയ്ലറ്റ്, അങ്ങനെ എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ ഒരു സോപ്പ് ഒന്നും തൊടാൻ പറ്റില്ല. അങ്ങനെ തൊട്ടാൽ ഉടനെ വീണ്ടും വീണ്ടും വ്രണമാവും. അപ്പോഴത്തേക്ക് മാറിയിരുന്നാലും അങ്ങനെ തൊട്ടാലോ, പിന്നെ ഈ പുളിയുള്ള ആഹാരങ്ങൾ, അച്ചാറോ അല്ലെങ്കിൽ മാംഗോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്ലേവറുള്ള ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ പോലും ഉടനെ ഇങ്ങനെ വ്രണങ്ങൾ നിറഞ്ഞു മുഖമെല്ലാം ഡ്രൈ ആയി ചൊറിഞ്ഞ് അങ്ങനെ ആവാൻ തുടങ്ങും. സ്കിന്നെല്ലാം പീലാവാൻ തുടങ്ങും. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് കുട്ടിക്ക് എന്തോ ഫുഡ് അലർജി ആണെന്ന്. കണ്ടുപിടിക്കാനേ 2 വർഷം വേണ്ടി വന്നു. പുളി കൂടെ കഴിക്കാൻ പറ്റില്ല. അതിലുള്ള ഒരു ചെറിയ പുളി കൂടെ ഈ കുട്ടിക്ക് ബോഡിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ. അപ്പോഴെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡും എൻ്റെ അമ്മ, ഫാമിലി, അവരെല്ലാം പറയാൻ തുടങ്ങി, ഇവളൊരു പെൺകുട്ടിയല്ലേ, ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് ഇനി ഇവളെ ഫ്യൂച്ചർ, ഇവളെ ലൈഫ് ഇനി എന്താവും. ആദ്യം എല്ലാവർക്കും ഉണ്ട്. അപ്പം അത് എൻ്റെ ഉള്ളിലും ഉണ്ട്. കാരണം ഇനി ഒരു പാത്രം കഴുകാൻ പറ്റില്ല, ഒരു തുണി നനയ്ക്കാൻ പറ്റില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. എല്ലാം നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണം. ഇവളെ ഫ്യൂച്ചർ എന്താവും, ഇത് അങ്ങനെ അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഇവളെ ലൈഫ് എന്താവും. അതിപ്പം അത്രയും ഒരു പാരൻ്റ് എന്ന നിലയിൽ അത്രയും ആയിരുന്നു. അപ്പോൾ കൂടെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ പറയുമ്പം ഞാൻ അപ്പോഴും ഒരു വാക്ക് പറയുമായിരുന്നു, ഇതെല്ലാം ഇവള് ഏജ് ആവുമ്പം മാറും. ഈ വാക്ക് എൻ്റെ വായിൽ എങ്ങനെ വന്നു, ഞാൻ എങ്ങനെ പറയുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഞാൻ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനിൽ എത്തിയിട്ടില്ല, അഫർമേഷൻസ് ഒന്നും അറിയില്ല. പക്ഷെ ഞാനിങ്ങനെ ഈ പോസിറ്റീവ് വേർഡ് പറഞ്ഞിട്ടേയിരുന്നു. അതിനിപ്പോൾ ആ ഈശ്വരൻ തന്നെ, ഞാൻ ഇപ്പോൾ സ്പിരിച്വലി ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല, നോർമലായിരുന്നു.
എന്നാൽ പോലും ആ ഈശ്വരൻ്റെ കൃപാകടാശം കൂടെ ഉണ്ടായിരുന്നു. ആ ഈശ്വരൻ തന്നെ വന്ന് എന്നെ ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവരെപ്പോൾ ഇങ്ങനെ ആര് നെഗറ്റീവ്സ് പറഞ്ഞാലും നമ്മൾ ഏജ് ആകുമ്പോൾ ഇതെല്ലാം മാറും. കാരണം ഇത് ജന്മന വന്നതല്ലല്ലോ, ഇത് ഇടയിലല്ലേ വന്നേ, അപ്പോൾ അത് ഇടയിൽ പോവും. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, ഏജ് ആയപ്പോൾ ഞാൻ പോലും സർപ്രൈസ് പോയി. കാരണം ആ ഏജ് ആയതും ആ ഇഷ്യൂസ് മാറി. അവൾക്ക് സോപ്പ് എടുക്കാം, പാത്രം കഴുകാം, തുണി വാഷ് ചെയ്യാം. എന്ത് സംഭവിച്ചു, എന്ത് മിറാക്കിളാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ പോലും അതിശയിച്ചു പോയി. ഞാൻ ആൾറെഡി പറഞ്ഞുകൊണ്ടിരുന്നു ഓക്കെ, ബട്ട് ഞാൻ പോലും അതിശയിച്ചു പോയി. അതാണ് അതിൻ്റെ ശക്തി, ലോ ഓഫ് അട്രാക്ഷൻ്റെ ശക്തി. പിന്നീടാണ് ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ എത്തിയാലും എത്തിയില്ലെങ്കിലും നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കൂടുതലും മാനിഫെസ്റ്റ് ചെയ്യുന്ന നെഗറ്റീവ്സ് ആയിരിക്കും. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കും, നമ്മൾ പോലും അറിയാതെ. അതുപോലെ തന്നെയാണ് എൻ്റെ വീട്ടിലുള്ളവരെല്ലാം ഒരു നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ വച്ചപ്പോഴും ഞാൻ വളരെ ശക്തമായിട്ട് 100% പറഞ്ഞുകൊണ്ടിരുന്നു അവൾ ഇതിൽ നിന്ന് ഏജ് ആവുമ്പോൾ പുറത്ത് വരുന്നു. അതുപോലെ സംഭവിച്ചു. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം, ഏത് രോഗം ഇനി ഒരിക്കലും മാറ്റാൻ പറ്റില്ലെന്ന് ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഏത് ഡോക്ടർ പറഞ്ഞോട്ടെ, പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾ വിശ്വസിച്ച, നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും. നമ്മൾ കേട്ടിട്ടില്ല ഈ ചർച്ചിലും ബന്ധക്കോസ് അങ്ങനെയൊക്കെ പോയിട്ട് കുറേ പേര് ഉപവാസ പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് അവർ സൗഖ്യം പ്രാപിച്ചു, യേശു വന്നൊരു അത്ഭുതം പ്രവർത്തിച്ചു എന്നൊക്കെ പറയുന്നില്ലേ? അതെല്ലാം ലോ ഓഫ് അട്രാക്ഷനാണ് അവിടെ നടക്കുന്നത്. അവരിങ്ങനെ ഞാൻ സുഖം പ്രാപിക്കുന്നു ഇങ്ങനെ, ഇത് ഞാൻ ആക്കി പറയുന്നതല്ല കേട്ടോ, അവരൊന്നും ആക്കി പറയുന്നതല്ല, നല്ല രീതിയിൽ പറയുന്നതാണ്. അവിടെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുകയാണ്, വിശ്വസിക്കുകയാണ് അവർ. എനിക്ക് സുഖാവും എന്ന് വിശ്വസിക്കുമ്പോൾ അതവിടെ നടക്കുന്നു. സോ അത് തന്നെയാണ്, നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിൽ നിന്ന് 100% പുറത്ത് വരാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അഫർമേഷൻസ് പറയാം. ഞാൻ വളരെ ആരോഗ്യവതിയായിരിക്കുന്നതിന് നന്ദി, ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നതിന് നന്ദി, ഞാൻ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിന് നന്ദി. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ എത്തിച്ചേരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഇനി എന്താണോ വേണ്ടത്, ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം, അത് കിട്ടിയതായി നിങ്ങൾ പറയുക, വിശ്വസിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾ അതിലെത്തിച്ചേരും. പിന്നെ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് വീഡിയോ ലെങ്തി ആവുമെന്ന് അറിയില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു 25-27 ആ ഏജിലായിരുന്നു ഈ സംഭവം. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്നുമില്ല. ആ സമയത്താണ് വീസിങ് പ്രോബ്ലം, എനിക്ക് ഭയങ്കര വീസിങ് പ്രോബ്ലം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ചെറുതിലേ ഒന്നും വീസിങ് ഇല്ലായിരുന്നു, ഇടയിൽ അലർജി ആയിരുന്നു, പിന്നെ അത് വീസിങ് ആയി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തിട്ടും അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുന്നില്ല, എനിക്ക് ശരിക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. വീസിങ് വന്നാൽ അവസ്ഥ അറിയാലോ, നമുക്ക് ഇരിക്കാനും കിടക്കാനും ഉറങ്ങാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു. സോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒടുക്കം ആദ്യമെല്ലാം ഫസ്റ്റ് നമ്മൾ ഇഞ്ചക്ഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് പോയിട്ടിരുന്നിട്ട് ലാസ്റ്റിൽ എനിക്ക് ഇൻഹേലർ തന്നു. ഫുൾ ടൈം രാവിലെയും രാത്രിയൊക്കെ ഇൻഹേലർ വലിച്ചാലേ എനിക്ക് ഇരിക്കാൻ പറ്റും. ആ ഒരു സിറ്റുവേഷനിലെത്തി. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, ഈ വയസ്സിൽ എപ്പോഴും എല്ലാവർക്കും ഉള്ള ഡയലോഗ് ഇതാണ്, ഈ വയസ്സിൽ ഇങ്ങനെ ആയാൽ പിന്നെന്താവും. ഈ ഡയലോഗ് എല്ലാവരും കൂടെ ഉള്ളവർ പറഞ്ഞ് നമ്മൾ അങ്ങനെ ആക്കും. കാരണം നമ്മളും പിന്നെ പതിയെ വിശ്വസിക്കാൻ പറ്റുമോ, ഇനി നമ്മൾ അപ്പോഴും കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്താലും മാറാതാവുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കാൻ തുടങ്ങും ഇനി ഇങ്ങനെയൊക്കെ ആണ്, ഞാൻ ലാസ്റ്റിൽ ഇങ്ങനെയാണ്, അപ്പോൾ നമ്മൾ അങ്ങനെ ആവും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുള്ളിൽ ഞാൻ പറയാൻ തുടങ്ങി, എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരാ, എനിക്കിതൊന്ന് പുറത്ത് വരണം. ഞാൻ അപ്പോൾ ഒരു 25 ഒക്കെ ഏജ്. ഇങ്ങനെ ഈ മരുന്നിലൊക്കെ നമ്മൾ അങ്ങനെ പോകുമ്പോൾ പിന്നെ വേറെ രോഗങ്ങൾ വരാൻ തുടങ്ങും. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ പറയാൻ തുടങ്ങി. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ആ ഈശ്വരൻ്റെ കൃപാകടാശം കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞാൻ ഇതിൽ നിന്ന് പുറത്ത് വരും, ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഞാനെല്ലാം ചെയ്യുന്നു എന്നൊക്കെ ഞാൻ പറയാൻ തുടങ്ങി. ആ അഫർമേഷൻസ് എങ്ങനെ വന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനിങ്ങനെ പറയാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് പുറത്ത് വരുമെന്ന് പറഞ്ഞു. എനിക്ക് അത്രയും വീസിയും കഷ്ടമായിട്ടിരുന്നാൽ പോലും അതിനൊരു വാല്യൂം കൊടുക്കാതെ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സിറ്റുവേഷൻസിൽ ഞാൻ എണീറ്റ് പോയി ജോലി ചെയ്യാൻ തുടങ്ങും. കാരണം ഇതിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അതിനെ വിചാരിച്ചിരിക്കുമ്പോൾ എനിക്കിങ്ങനെ അതിലേക്ക് പോകുന്നത് പോലെ, ഞാൻ ഡൗൺ ആകുന്നത് പോലെ എനിക്ക് ഫീൽ ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ പോയി കഷ്ടമാണെങ്കിൽ പോലും എനിക്ക് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് പോയി ഓരോരോ ജോലികൾ ചെയ്യും, തൂക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഇതിങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്തു. സത്യം പറയാലോ, എനിക്കിപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല. എല്ലാവരും പറഞ്ഞു ആ ഏജിൽ 25ാമത്തെ വയസ്സിൽ പറഞ്ഞതാണ് ഇനി ലാസ്റ്റിൽ എന്താവുമെന്ന്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇത്രയും വയസ്സായി ഇട്ട് ഞാനിപ്പം വളരെ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന അങ്ങനത്തെ പ്രോബ്ലമേ ഇല്ല. ഇതിൽ നിന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സിറ്റുവേഷൻ ഈ രോഗം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അതിനെ വാല്യൂ കൊടുക്കണ്ട. ഞാനിതിൽ നിന്ന് പുറത്ത് വന്നിരിക്കും എന്ന് പറഞ്ഞ് പൂർണ്ണ വിശ്വാസത്തോടെ അഫർമേഷൻസ് പറഞ്ഞ് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്താൽ, വിശ്വസിച്ചാൽ
തീർച്ചയായിട്ടും നമുക്കതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റും, നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഇതെല്ലാ കാര്യത്തിലും നമുക്ക് ഫോളോ ചെയ്യാം, തീർച്ചയായിട്ടും നമ്മൾ അതിലെത്തിച്ചേരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുന്നത് കുറേ എക്സിമ ഇങ്ങനെ പല പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ല. പക്ഷെ പെട്ടെന്ന് എന്തോ കൃഷ്ണൻ വന്ന് എന്നത് എങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് അറിയില്ല, ഒരു 2-3 ആഴ്ച കൊണ്ട് ഇങ്ങനെ ഒരു പുഷിങ് എനിക്ക്, നീ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യൂ എന്ന്. ഇത് ആർക്കൊക്കെ യൂസ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ കൃഷ്ണൻ പുഷ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ പെട്ടെന്ന് വന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.